കല്ലുകുട്ടി, നമ്മള് മമ്മ കഴിച്ചാൻ പോരാ. നമ്മള് വീണ്ടും ശ്രാവണബെലഗുള പോവാണ്. കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ നമ്മൾ ഗോമതേശ്വര സ്റ്റാച്യു ഉള്ള അമ്പലത്തിൽ മാത്രമേ പോയുള്ളൂ. പക്ഷെ വേറെ സ്ഥലങ്ങളൊന്നും പോകാത്തത് കൊണ്ട് അച്ഛനൊരു വിഷമം. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ശ്രാവണബെലഗുളയിലെ ബാക്കി സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി പോവാണ്. അന്ന് വന്ന സെയിം ഹോട്ടലിൽ ഈ ഫുഡ് കഴിക്കാൻ കയറിയിരിക്കുക. നല്ല ഫുഡായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അവിടെ തന്നെ കയറി കഴിക്കാൻ പോവാണ്. ചിന്നമേമ ഉണ്ടെന്ന്. ഈ കല്ലുവിന് എങ്ങനെയെങ്കിലും ഫുഡ് കഴിപ്പിച്ചെടുക്കണം, അതാണ് വലിയ ടാസ്ക്. എനിക്കന്ന് ഓപ്പൺ മസാല ദോശ ഭയങ്കര ഇഷ്ടമായി. ഇനി അതെന്നെ പറയാം. ചിന്നു ഗീ പൊടി മസാല ദോശ, കല്ലു മിനി ഇഡലി വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ കല്ലു ഒന്നും തിന്നുന്ന ലക്ഷണമൊന്നുമില്ല. കല്ലു ചിന്നുമേമ്മൻ്റെ ആണോ വേണ്ടേ? ഫുള്ള് തെങ്ങും പച്ചപ്പും പിന്നെ ചോള. തെങ്ങിന്റെ താഴെ ഭാഗത്ത് കൂടെ ഒന്നും ഉണ്ടാവില്ല അല്ലേ? ഇവിടെയൊക്കെ തെങ്ങിന്റെ അടിയിൽ കൂടെ അങ്ങനെ ഇതാക്കിയിട്ട് ഓരോ സാധനം വെച്ചിരിക്കുന്നുണ്ട്. ഇവിടേക്കാണ് ഒന്ന് നമ്മൾ പോണത്. ചന്ദ്രഗുപ്ത ബസാർ. എത്ര താമര ബസാടി അതാന്ന് എനിക്ക് തോന്നുന്നു. ഹായ് താമരക്കുളം. പക്ഷെ നമ്മളെ കുളത്തിലത്ത താമരയൊന്നും ഇവിടെ തോന്നുന്നല്ലേ. ഇത് നമ്മളന്ന് കേറിയ മറ്റേ ഗോമതേശ്വര സ്റ്റാച്യു ഉള്ളത്. അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ചന്ദ്രഗിരി ഹില്ലിലേക്കാണ് നമ്മൾ പോണത്. ചന്ദ്രഗിരി നമ്മള് പോണ്ട സ്ഥലം. ചെരുപ്പ് വെക്കേണ്ടി വരും. മല കയറാൻ സ്റ്റെപ്പിങ്ങിൽ ഉള്ളത് ഭാഗ്യം. ചിന്നു ഇപ്പോഴേ ടെൻഷനായി. നമ്മൾ കയറാൻ പോവാണ് ചന്ദ്രഗിരി മഹാദ്വാർ. ചന്ദ്രഗിരി മല ഹിൽസാണ് തോന്നുന്നു ഇപ്പൊ കയറാൻ പോകുന്നത്. അയ്യോ, അന്നേ പിന്നെ നമുക്കറിയായിരുന്നു ചെരുപ്പൊന്നും ഇടാൻ പറ്റില്ല. നമ്മൾ സോക്സ് ഒക്കെ എടുത്ത് പ്രിപ്പയർഡ് ആയിട്ടാണ് വന്നത്. സമയം 10 മണി ആവുന്നില്ല, 9:45 കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷെ എന്നാലും നല്ല വെയിലുണ്ട്. പാറ വല്ലാതെ ചൂടായിട്ടില്ല. പക്ഷെ എന്നാലും എനിക്ക് ഒരു സേഫ്റ്റിക്ക് സോക്സ് ഇട്ടു. നമ്മൾ കയറുകയാണ്. കയറി തുടങ്ങി കുറച്ചായല്ലോ, അപ്പോഴേക്ക് ക്ഷീണിച്ചു. ഇടയ്ക്ക് റെസ്റ്റൊക്കെ എടുത്ത് പതുക്കെ പോവാണ്. ചിന്നു കയറി തുടങ്ങുമ്പോഴത്തേക്കും തളർന്നു. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച പോയ ഗോമതേശ്വര സ്റ്റാച്യു സൂം ചെയ്താൽ കാണും. കാണുന്നുണ്ട്. അമ്മേ, അവിടെ കയറാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരുന്നു. അതും നമ്മൾ ശരിക്കും ഉച്ചയ്ക്കുമായിരുന്നു. കുഴപ്പമില്ല, കയറാം. ഞങ്ങൾ അവിടുത്തെ ഈ കുളമല്ല, ആ ഒരു വെള്ളത്തിൽ മീനൊക്കെ കണ്ടായിരുന്നു. കല്ലുവിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മളെത്തി. ഇത് ചെറുത്. കല്ലു അമ്മേനെ വിളിക്കുന്നുണ്ട്. അമ്മ അവിടെ ഇരിക്കണോ? മേമ ഇരിക്കണോ? അമ്മ ഇവിടെ ഇരിക്കട്ടെ. അല്ലെങ്കിൽ അവൾക്ക് തൊപ്പിയൊന്നും ഇഷ്ടല്ല. കല്ലുവിന് ബിസ്ക്കറ്റ് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു. ബിസ്ക്കറ്റ് മതിയായപ്പോൾ വായിന്നെടുത്ത് ചിന്നിമമ്മയ്ക്ക് കൊടുക്കുക. ചിന്നിമമ്മ വാങ്ങായിരുന്നു, ഇപ്പോൾ തായിട്ടു.
അതെ, അല്ല ഈ പാറയുടെ മേലെ വേണ്ട ഉണ്ടാക്കിയിട്ടില്ലേ? എന്താ അറിയില്ല, കാൽപ്പാളം അവിടെയാണ് എന്തോ ഒരു സെറ്റ് വെച്ചിട്ടുണ്ട്. ആ, എല്ലായിടത്തും എന്തൊക്കെയോ ഗ്ലാസ് ഇട്ട് വെച്ചിട്ടുണ്ട്. അതവർ എഴുതുമല്ലോ. കല്ലു മീമി മണ്ണടാ. അവിടെ ഭയങ്കര സ്റ്റീപ്പാണ്, കാല് വയ്ക്കാൻ തീരെ സ്ഥലമില്ല എന്നാണ് പറഞ്ഞത്. അത് അമ്മനെ വിളിക്കേണ്ട മേലേക്ക് കല്ലുപീതി. ഈശ്വര, ഇതാണോ കയറണ്ടേ? ഓർ പിടിച്ചു കയറാനാ കയറ്. കുട്ടീനെ എടുത്തിട്ട് കയറില്ലേ അതുപോലെ. അച്ഛൻ കയറിയില്ലേ? എന്താ അപ്പുറത്ത് നമ്മുടെ ഗോമതേശ്വര സ്റ്റാച്ചു ഒക്കെ കാണാം. ഈ ഒരു ഗ്യാപ്പിലേക്ക് അങ്ങ് കയറിയപ്പോൾ നല്ല കാറ്റ്, നല്ല തണുത്ത കാറ്റ്, നല്ല സുഖമുണ്ട്. എന്താ കാറ്റപ്പോ, നല്ല സുഖമുണ്ടല്ലേ. ഓ, ഇവിടുന്ന് കാണാനും നല്ല രസമുണ്ട്. താഴേക്ക് ഇതാ കാഴ്ചല്ലേ. വാ, നല്ല രസമുണ്ട്. മേമയില്ലെങ്കിൽ ഞാൻ ഫ്രീ ആയി. എല്ലാ ട്രിപ്പിലും മേമന്മാരെ കൂട്ടിട്ട് പോയാൽ നല്ലതായിരിക്കും. പിള്ളേര് മൊത്തം മേമന്മാർ കൂടെ കൂടും, അച്ഛനും അമ്മയും ഫ്രീയും. സൗണ്ടില്ലേ, മയിലിൻ്റെ സൗണ്ട്. പൂജയൊക്കെ ഉണ്ട് ഇവിടെ അമ്പലത്തിൽ. അയ്യോ, കല്ലൂര് അവിടെ തന്നെ ഇരിക്കണം, പോണ്ട. ഇരുന്നോ കല്ലു, കുറച്ചേരം കൂടി ഇരിക്കാം. അപ്പൂ, കല്ലുഷിന്റെ അച്ഛമ്മ എവിടെ? ഇവിടെയൊക്കെ വന്ന് കല്ല് കഴിഞ്ഞു കണ്ടല്ലോ. നല്ല ഭംഗിയാ. അയ്യോ, കുഞ്ഞിക്കിളിന്റെ വീട് ഇവിടെയാണോ? അവിടെയാണോ? അപ്പൊ മരത്തിലില്ല. ഇല്ല വാവേ. കുഞ്ഞിക്കിളി എങ്ങനെ വീണത് വാവേ? കുട്ടീന് വീണോ കുഞ്ഞിക്കിളി? ഓ, അമ്മയെ പറഞ്ഞ് കരഞ്ഞോ കുഞ്ഞിക്കിളി? എന്നിട്ട് ആര് രക്ഷിച്ചു? മ്യാവൻ രക്ഷിച്ചടാ. മുട്ടിയോ? എവിടെ? മേമേനെയാ? ഒറ്റടി കൊടുത്തു കേട്ടോ. ഓന്തെവിടെ പോയോ? ഓഹോ, എന്താ ഇവിടുന്ന് താഴേക്ക് ഇറങ്ങാറ്റിയ വഴി ഉണ്ടായിരുന്നിരിക്കാം. മേ ബി നമ്മള് വന്ന റോഡ് അവിടെ
വരുമ്പോൾ കണ്ട താമരക്കുളമൊക്കെ. വേറെ എവിടെ പോയിട്ട് നമ്മൾ ഒന്നിനെയും കണ്ടിട്ടില്ല. ഇവിടെയാണ് എന്തിനാ കാണുന്നത് ആദ്യമായിട്ട്. അവിടെയൊക്കെ എന്തോ ഉണ്ട് തോന്നുന്നില്ലേ. ഇതൊക്കെ നിന്ന് പോയത്. 1 2 3 പൊക്കണേ. റെഡി 1 2 3 പൊക്ക്. പൊക്ക്. പൊക്കടി കൈ പൊക്കടി. യേ പൊക്കല്ലോ. കറങ്ങുന്ന കുട്ടിയാണ്. ആൾക്ക് ഇങ്ങനെ എവിടെയെങ്കിലും ഒന്ന് ഫ്രീ ആയി ഇരുന്നിട്ട് കളിക്കുമ്പോഴാണ് ഇഷ്ടമാവണേ. വെയിലത്ത് വെറുതെ കാഴ്ച കൊണ്ട് കിടക്കുമ്പോൾ അവൾക്ക് ഇഷ്ടാവണില്ല. എത്ര കല്ല് കിട്ടി കല്ലു? 3 കല്ല് കിട്ടിയോ? മാക്സിമം നമ്പർ 3 ആണ്. ആ 3 ഇതാ കല്ല്. ചിന്നു പോക്കറ്റിലെ VADA എടുത്തോ, അതേ വഴിയുള്ളൂ ഇനി. ആ ഉണ്ട് മാവേ. ചിന്നു മമ്മിയിൽ വേറെ സാധനം ഉണ്ട് നോക്ക്. അക്ക വിളിച്ചു, പ്രേമാക്ക വിളിച്ചില്ലേ? അതാണ് ഭദ്രബാഹു കേവ്. നമ്മൾ അങ്ങോട്ട് പോവാട്ടോ വാവേ. അങ്ങോട്ട് പോണോ? അക്കേൻ്റെ അടുത്തേക്കാണോ പോണ്ടേ? അച്ഛൻ്റെ അടുത്തേക്ക് പോണോ? പറ അച്ഛനോട് പ്രേമാക്കാനെ വിളിക്കാൻ നമ്മൾ മറന്നുപോയിന്ന്. ചന്ദ്രഗുപ്ത. ചിഞ്ചു ഇങ്ങോട്ടോ ഇതിലൂടെ പോയോ? ഒന്നുമില്ല, ചുറ്റിപ്പോ പ്രദക്ഷിണം വയ്ക്കാം. കാണില്ല കണ്ടു മറ്റേ സാധനങ്ങള്. ഹായ് മീനും അപ്പുറത്ത് കണ്ടോ? ഇതിൻ്റെ ഉള്ളിൽ ഇതൊരു ചൂടുമില്ലല്ലേ ചിഞ്ചു? ഒരു ചൂടുമില്ലല്ലോ അതിൻ്റെ അകത്ത്. കാണാൻ പറ്റുമോ? നമ്മളിനി ഭദ്രബാഹു കേവിലേക്ക് പോവാണ്.
ചന്ദ്രഗുപ്ത ബസാഡിയൊക്കെ നമ്മൾ കണ്ടു. നല്ല ഗോട്ട് കണ്ടോ? എന്താ വാവ വീണോ? ചീന പിടിച്ച് തിരിയോ പ്ലീസ്. തല മുട്ടും. ചീന അകത്തേർന്ന് സൂക്ഷിക്കണേ. ഇത്രയൊന്നും അറിയണേ ഇല്ല. ഇതിന്റെ 3 ഇരട്ടി ഉണ്ട്. എന്തോ അതെ, കാൽപാദവും പിന്നെ കുറച്ച് ചിത്രങ്ങളും എന്തോ എഴുത്തും ഉണ്ട്. ഇവിടെയാണ് ആ കാൽപാദം. ഉണ്ടാക്കിയതാ തോന്നുന്നുണ്ട് ഇത്. ആ കഴിഞ്ഞുള്ളത് എന്തോ ഒരു കുന്താകുന്തേ. അങ്ങനെ എഴുതിണ്ട്. എനിക്കും വലിയ പിടുത്തം കിട്ടിയില്ല. അങ്ങനെ നമ്മള് ചന്ദ്രഗിരി ഹിൽസ് കയറി. ഞങ്ങളങ്ങനെ ശ്രാവണ ബലവിള ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. കാദംബ കഫയിൽ ഫുഡ് കഴിക്കാൻ കയറിയിരിക്കുക. എല്ലാം ഉറങ്ങിപ്പോയി പാവം. നമ്മൾ സിംഗപ്പൂർ നൂഡിൽസ് പറഞ്ഞപ്പോൾ ഫ്രൂട്ട്സ് വെച്ചുള്ള നൂഡിൽസാണ് വന്നത്.